നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Alexa, I'm home. അത് ഫാനായാലും AC ആയാലും വിൻഡോ ഷെയ്ഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി. കടക്കലിൽ CPM കോൺഗ്രസ് സംഘർഷം. CPM സ്പോൺസേഡ് അക്രമമെന്ന് NK പ്രേമചന്ദ്രൻ MP. കൊല്ലം കടക്കലിൽ നടന്നത് CPM സ്പോൺസേഡ് ഭീകര ആക്രമണമാണെന്ന് NK പ്രേമചന്ദ്രൻ MP. കൊല്ലം കടക്കലിൽ CPM-ന്റെയും DYFI SFI പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന കോൺഗ്രസ് പാർട്ടി ഓഫീസും കോൺഗ്രസ് പ്രവർത്തകരുമായ അൻസാറിന്റെ ബേക്കറിയും കൊല്ലം MP NK പ്രേമചന്ദ്രൻ സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. സ്വാധീനമുള്ള മേഖലയാണ്. പാർട്ടി ഗ്രാമമാക്കാനാണ് കടക്കൽ കുമ്മൽ പ്രദേശങ്ങളെ പാർട്ടി ഗ്രാമമാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ്. എന്തുകൊണ്ടാണ് ഈ സംഘർഷത്തിന് ആധാരമായ കാരണം? സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ KSUവിന് തിളക്കമാർന്ന വിജയം കൈവരിച്ചതുകൊണ്ട് മാത്രമല്ല, സമീപകാലത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ 2 മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സജീവമായി കടക്കൽ പ്രദേശത്ത് സംഘടനാ രംഗത്തേക്ക് വരുന്നു. ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടക്കൽ മണ്ഡലത്തിൽ മാത്രം 532 പേരെ പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. ഈ 6 മാസത്തിനിടയിൽ 5 പ്രധാനപ്പെട്ട യോഗങ്ങൾ ശ്രീ K മുരളീധരൻ അടക്കം പങ്കെടുത്ത 5 പ്രധാനപ്പെട്ട യോഗങ്ങൾ നടന്നു. കടക്കലിൽ കോൺഗ്രസ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോ അക്രമം ഉപയോഗിച്ച് ഭരണത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് ആ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ അമർച്ച ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘർഷം ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലെ ഭീകരമായ ആക്രമണം കുമ്മൽ പ്രദേശത്തെ UDF കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അയച്ചുവിട്ടു. ആക്രമണത്തിനിരയായവർ തന്നെ പ്രതിയായി റിമാൻഡ് ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കടക്കലിൽ. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കൊല്ലം ജില്ലയിലെ ചടയമംഗലം കടയ്ക്കൽ മേഖലയിൽ KSU മികച്ച വിജയം നേടിയതോടെയാണ് CPM DYFI SFI പ്രവർത്തകർ അക്രമ പരമ്പര ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച KSU പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്ക് നേരെ CPM DYFI SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വ്യാപക ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഈ ആക്രമണത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഇതിനു പിന്നാലെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസും കോൺഗ്രസ് പ്രവർത്തകരുടെ ബേക്കറിയും CPM പ്രവർത്തകർ തല്ലി തകർത്തു. വിജയിച്ച വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കടയ്ക്കലിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടി നടത്തിയത്. ഈ പരിപാടിയിൽ തള്ളിക്കയറിയാണ് CPM DYFI പ്രവർത്തകർ അതിക്രമം നടത്തിയത്. മേഖലയിൽ ഏറെ നേരം സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചതായും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.